അമ്മേ, നന്ദനവിടെ? അവനെ കണ്ടോ? അവനവിടെ ഉണ്ടാവും. അവൻ എഴുന്നേക്കാനുള്ള സമയമാവുന്നല്ലേ ഉള്ളൂ. അല്ല അമ്മേ, ഇന്നൊരു 5:30 കഴിഞ്ഞപ്പോ അവ എഴുന്നേറ്റു. ഞാൻ കണ്ടതല്ലേ. ഇന്ന് എനിക്ക് അമ്പലത്തിൽ പോണമായിരുന്നു. എന്നെ ഒന്ന് ക്ഷേത്രത്തിലേക്ക് ആക്കാൻ പറഞ്ഞപ്പോ തിരക്കാണ്, മറ്റാരെയോ കാണണോന്നൊക്കെ പറഞ്ഞ് പതിവില്ലാതെ കുറെ ഒഴിവ് കഴിവുകൾ പറഞ്ഞു. പിന്നെ വാശി പിടിച്ചപ്പോ ശരിയെന്ന് പറഞ്ഞു. ഞാൻ കുളിച്ചിട്ട് വന്നപ്പോ അവനെ കാണുന്നില്ല. എന്നാ സംശയിക്കണ്ട, അവൻ അവളെ കാണാൻ തന്നെ പോയതാ, ദേവിയെ. അതെങ്ങനെയാ? ദേവിക്ക് എവിടെയാണെന്ന് അവനറിയോ? അവനും അറിയാം, നിനക്കും അറിയാം, നിങ്ങളുടെ അച്ഛനും അറിയാം. 3 പേരും കൂടി എന്റെ മുമ്പിൽ ഓരോ നാടകങ്ങൾ കളിക്കുക. ഞാൻ അവനെ കാണാനില്ലെന്ന് പറയുമ്പോ അമ്മ വേറെ വിഷയങ്ങൾ പറയുന്നു. എന്താ മോളെ? അച്ഛ, നന്ദൻ എങ്ങോട്ടാ പോയത്? അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്താ കാര്യം? അവന് ഞാൻ കുറച്ചു നേരത്തെ കണ്ടതാ, പക്ഷെ ഇപ്പൊ ഇവിടെ ഇല്ല. കണ്ടോ, സിദ്ധുവിന്റെ മുഖം മാറുന്നത് കണ്ടോ? സിദ്ധുവിനറിയാം അവൻ എവിടെയാ പോയതെന്ന്. ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ പ്രഭ? രാവിലെ തന്നെ തുടങ്ങിക്കോളും. തുടങ്ങുകയല്ല, എല്ലാം അവസാനിക്കാനാ പോകുന്നത്. മോളെ, അവൻ നടക്കാനെങ്ങാനും പോയതാവും. ഇല്ലെന്നേ, ഇപ്പൊ കുറച്ചു നാളായിട്ട് ആ പതിവില്ലല്ലോ. സദാസമയം ആ മുറിയിൽ തന്നെ ഇരിപ്പ്. അവൻ ആഹാരം കഴിക്കുന്നത് പോലും ആ മുറിക്കകത്ത്. പിന്നെ ജോഗിങ്ങിന് പോകുന്നത് ജീൻസും തേച്ചു മടക്കി ഷർട്ടും ഇട്ടിട്ടാണോ? അവൻ പിന്നെ എവിടെ പോയി? ഇപ്പൊ ദേവിക എന്തൊക്കെ ഈ സംഭവിക്കുന്നത്? അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ അവൻ എവിടെയെങ്കിലും പോകുന്നു? ഇല്ല മോളെ, ചിലപ്പോ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി കാണും. കേസിന്റെ കാര്യത്തിന് മറ്റോ പോയതാവും. എന്നാലും ഇത്രയും രാവിലെ തന്നെ പോണോ? ഫോണിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. എന്തൊക്കെ നാടകങ്ങൾ കണ്ടാലാ ജീവിതം ഒന്ന് തീർന്നു കിട്ടുന്നത്. അമ്മ അമ്പലത്തിൽ പോയിരുന്നുണ്ടോ? നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച മനസ്സൊന്ന് തണുക്കും. നീ പോയി പ്രാർത്ഥിക്ക്, ആങ്ങളയ്ക്ക് സൽബുദ്ധി കിട്ടണേന്ന്. ദേവി, ഞാൻ വിളിച്ചിട്ട് ഇറങ്ങിയാൽ മതി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.